നമ്മളിനി എങ്ങോട്ട് പോവാനാ? എനിക്ക് പേടിയാവുന്നു. നമുക്ക് വീട്ടിൽ തിരിച്ചു പോയാലോ? ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ ലീന? ഇപ്പൊ തന്നെ ഈവനിങ് ആവാറായി. ഇനിയും നമ്മൾ നിന്നാൽ ലേറ്റ് ആവും. രാത്രി ആവും മുമ്പ് എവിടെയെങ്കിലും ചെന്ന് സെറ്റിൽ ആവണം. സാറേ, എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ ഞാൻ എന്ത് പറയും? നീ ഐവിക്ക് പോയതിന് ശേഷം എൻ്റെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞാൽ മതി. ആ വരൂ, നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇതെവിടെയാ നമ്മൾ എത്തിയ? എവിടെയൊന്നും ഒരു മനുഷ്യരെ കാണാനില്ലല്ലോ. എനിക്കെന്തോ പേടിയാവുന്നു. ഈ രാത്രി നമ്മളിനി എങ്ങോട്ട് പോവാനാ? തെറ്റായ വഴിയിൽ വന്നെന്നാ തോന്നുന്നത്. ഇവിടെയൊന്നും ഒരു വണ്ടി പോലും ഇല്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞാ നിങ്ങളോട് ഞാൻ വരുന്നില്ല എന്ന്. ഒന്നും മിണ്ടാതിരിക്കോ ലീന? ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ നീ എന്തിനാ വന്നേ? ഇതും പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും അടി വെക്കണ്ട. അവിടെ നോക്കി, അവിടെ എന്തോ വെളിച്ചം കാണുന്നില്ലേ? ആ ശരി, അവിടെ വെളിച്ചം കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? അതൊരു വീടെന്നാ തോന്നുന്നത്. വാ, നമുക്ക് പോയി നോക്കാം. ലീന, ഒന്ന് വേഗം നടക്ക്. നമുക്ക് അറിഞ്ഞൂടാത്ത ഏരിയയാണ്. ഇവിടെ നിൽക്കുന്ന അത്ര ശരിയല്ല. എനിക്കെന്തോ അത് കണ്ടിട്ട് എന്തോ പേടിയാവുന്നു. എന്തേ, ആ വീട് കണ്ടിട്ടോ? അല്ല, മൊത്തത്തിലൊരു പേടി. എന്നാ നീ ഇവിടെ നിന്നോ, ഞങ്ങൾ പോവുക. പേടിക്കാനൊന്നും ഇല്ല, നീ വന്നേ. നമ്മൾ എല്ലാവരും ഇല്ലേ? നോക്കി, അവിടെ അതിൻ്റെ അടുത്തൊരു ചെറിയ കടയുണ്ട്. നമുക്ക് അവിടെ പോയാലോ? അത് ശരിയാ, നമുക്ക് ആദ്യം അവിടെ ചെന്ന് അന്വേഷിക്കാം. നമ്മൾ അവിടെ വെച്ച് കണ്ട ഷോപ്പ് ഇപ്പൊ കാണാനില്ലല്ലോ. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആ ഷോപ്പ് കണ്ടതല്ലേ? ഇതെന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്തോ ശരിയല്ല. നമുക്ക് പോയാലോ തിരിച്ച്? എടാ, പോയാലും നമ്മൾ ഈ രാത്രി എവിടെ പോവും? വരുൺ, ഒറ്റയ്ക്ക് പോവല്ലേ? അല്ലടാ, ഞാൻ എവിടെയെങ്കിലും ചെന്ന് സ്റ്റേ ചെയ്യാൻ നിൽക്കാൻ പറ്റുമോ നോക്കിയിട്ട് വരുന്നു. നമുക്ക് ഒരുമിച്ച് പോവാം, ഒറ്റയ്ക്ക് പോണ്ട. സാറാ, ഈ ഏരിയ അത്ര ശരിയല്ല. എനിക്കെന്തോ നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്. നീ വാ, പേടിക്കാതെ. നമ്മളെല്ലാവരും ഇല്ലേ? എടാ, ഇത് എവിടെ എത്തിയിരിക്കണമെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. നീ എന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? എനിക്ക് വിശക്കുന്നില്ല, ഞാൻ വെറുതെ പറഞ്ഞേ. എല്ലാവരും ഒന്ന് അങ്ങോട്ട് നോക്കിയേ. നല്ല രസമുണ്ടല്ലേ അത് കാണാൻ? ഉറപ്പായിട്ട് അവിടെ ആരെങ്കിലും കാണും. നമുക്ക് അവിടെ ചെന്ന് നിന്ന് താമസിക്കാം. ഹോ, ഇപ്പോഴാ കുറച്ച് സമാധാനമായി. ഈ വീടായിരുന്നല്ലോ നമ്മൾ അവിടെ വെച്ച് കണ്ടേ. അതാ ഞാനും നോക്കുന്നേ. ഇവിടെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? നമ്മൾ കണ്ടത് ഒരു പുതിയ ബംഗ്ലാവല്ലേ? ഇതേതോ പഴയ കെട്ടിടോ. ഏതായാലും ഈ രാത്രി ഇതെങ്കിലും കിട്ടിയില്ലേ? വാ, നമുക്ക് അകത്ത് കയറാം. ഈ ഏരിയ ഒന്നും നമുക്ക് നന്നായിട്ട് അറിഞ്ഞൂടല്ലോ. വെറുതെ റിസ്ക് എടുക്കണോ? പിന്നെ ഈ രാത്രി എവിടെ പോവാനാ? രാത്രി ഏതെങ്കിലും പുലി വല്ലതും ഇറങ്ങുകയാണെങ്കിൽ നമ്മളെ കാര്യം തീർന്നു. ഞാൻ ഏതായാലും കയറാൻ പോവാ. എനിക്ക് പേടിയില്ല. നിങ്ങൾ വരുന്നെങ്കിൽ വാ. വരുൺ, നിക്കി, ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ഓ, ഇപ്പോഴാ ഒന്ന് സമാധാനമായേ. കുറച്ച് പഴയ വീടാണെന്നേ ഉള്ളൂ, പക്ഷെ കൊള്ളാല്ലേ? ഇതെന്ത് സൗണ്ടാ? പുറത്ത് നല്ല കാറ്റാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്ക് വിശക്കുന്നില്ലേ? അല്ലെങ്കിൽ നിനക്ക് കഴിക്കുന്ന ചിന്ത മാത്രമല്ലേ ഉള്ളൂ? ദേ, വെറുതെ എന്നോട് തർക്കിക്കല്ലേ. അപ്പൊ നമ്മുടെ അടുത്ത പ്ലാൻ എന്താ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ഈ കാട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയതേ ഭാഗ്യം. ഇതിലിനി എവിടുന്നാ ഫുഡ്? എൻ്റെ കയ്യിൽ കുറച്ച് മാഗി ഇരിപ്പുണ്ട്. നമുക്കത് കുക്ക് ചെയ്യാം. മാഗി എങ്കിൽ മാഗി ഏതായാലും കഴിക്കാം. വിശന്നിരിക്കാൻ വയ്യ. ആഹാ, അപ്പൊ ഞാൻ വിശക്കുന്നെന്ന് പറഞ്ഞാൽ മാത്രമേ ഇവിടെ എല്ലാവർക്കും കുഴപ്പമുള്ളൂ അല്ലേ? നീ സാഹചര്യം നോക്കാതല്ലേ സംസാരിക്കുന്നത്? ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ സാഹചര്യം നോക്കാതെ എന്താ സംസാരിച്ചേ? നിങ്ങൾ രണ്ടാളെയും കൊണ്ട് തോറ്റു. ഇന്നലെ അടയും ചക്കര ആയിരുന്നല്ലോ. ഇന്ന് ഞാൻ പോവാ. ശരി സാർ, പെട്ടെന്ന് പോയിക്കോ. ദേ, അവളിപ്പോ ഇറങ്ങിപ്പോ. അവളെ വിളിക്ക്. ലീന, നിക്ക്. സോറി, ഇനി ഞാൻ ആവർത്തിക്കില്ല. സോറി. നിന്റെ സോറി ഒന്നും എനിക്ക് വേണ്ട. സാറാ, ഞാൻ മുകളിലോട്ട് പോകുന്നു. നീ വരുന്നോ? ഒറ്റയ്ക്ക് പോകണ്ട, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം. വെയിറ്റ് ചെയ്യും. ആ